ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. തിരുവചനം പറയുന്നു, പ്രേമം മരണം പോലെ ബലമുള്ളത്. പ്രേമത്തെക്കുറിച്ച് എത്രയോ ചിന്തകളാണ്, അനുഭവങ്ങളാണ് നമുക്ക് പറയുവാൻ കഴിയുക. ഇന്നൊരു ചോദ്യം, പ്രേമം ആരോട്? പാസ്റ്റർ ഷിജു എബ്രഹാം. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രേമം ആരോട്. സ്നേഹം എന്നർത്ഥമുള്ള സംസ്കൃത പദമാണ് പ്രേമ. ദൈവികമായി ബന്ധപ്പെട്ട ഒരു ദൈവിക സ്നേഹത്തെയോ ഉയർന്ന സ്നേഹത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീക അന്വേഷണത്തെയോ സൂചിപ്പിക്കുന്നു. പ്രേമത്തിൻ്റെ പര്യായ പദങ്ങൾ ധാരാളമുണ്ട്. അനുരാഗം, അൻപ്, അഭിനിവേശം, അഭിരുചി, അഭിലാഷം, ആസക്തി, പ്രണയം, പ്രിയം, വാത്സല്യം, ഇങ്ങനെ അനേക വാക്കുകൾ പറയുവാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പറയും, പ്രേമം കരളിനുള്ളിലെ തീയാണെന്ന് അവർ പറയും. കരളിനുള്ളിലെ തീയാണെന്ന് പറയുമ്പോഴും, എൻ്റെ കരളിൻ്റെ കരളെ എന്ന് പറയുമ്പോഴും ഒരു ആത്മനിയന്ത്രണമില്ലാത്ത പ്രേമം അഥവാ സ്നേഹമാണ് കാണുന്നത്. ഓർക്കുക, ഇഷ്ടം, പ്രണയം, പ്രേമമൊക്കെയും നല്ലത്. അത് വാക്കുകളിൽ മാത്രം. ഇഷ്ടമാണ്, പക്ഷേ കഷ്ടമാണ് ജീവിതം എന്നുകൂടി ഓർക്കുക. ഇന്നത്തെ പ്രേമത്തെ മുൻനിർത്തി ഒളിച്ചോടുന്ന കമിതാക്കൾ, സ്വന്തം മക്കളെ മറന്നിട്ട് ഒളിച്ചോടുന്ന വീട്ടമ്മമാരും പിതാക്കന്മാരും ഭാര്യ ഭർത്താക്കന്മാരും പറയുന്നത് പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നു. മറ്റൊരു വലിയൊരു കാര്യം വേദനാജനകമാണ്. മാതാപിതാക്കൾ വളരെ വിഷമത്തിലൂടെയാണ് മുൻപോട്ട് നീങ്ങുന്നത്. താലോലിച്ച് ലാളിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയെടുക്കുന്ന മക്കൾ പ്രേമത്തിൻ്റെ പേരിൽ കാണിക്കുന്നതായി കാട്ടിക്കൂട്ടുന്ന വികൃത സ്വഭാവങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. പ്രേമമെന്നത് അഥവാ സ്നേഹമെന്നത് ഒരിക്കലും 100% നിസ്വാർത്ഥമല്ല. ചെറിയൊരംശം സ്വാർത്ഥതയെങ്കിലും എല്ലാ സ്നേഹത്തിലും ഉണ്ടാകും. കാരണം സ്നേഹം എന്നത് അതിജീവനത്തിനുള്ളതായ അനേകം അനുകൂലങ്ങളിൽ ഒന്ന് മാത്രമാണ്. അച്ഛനിൽ നിന്നുള്ളതായ സ്നേഹം, അമ്മയിൽ നിന്നുള്ളതായ സ്നേഹം, അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ, അധ്യാപകരുടെ, കാമുകന്മാരുടെ, അങ്ങനെ ജീവിതത്തിൽ പല സ്നേഹം കിട്ടും. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ ഭാര്യഭർത്താക്കന്മാരുടെ സ്നേഹത്തിന് വളരെയധികമായ പ്രാധാന്യമുണ്ട്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു വാക്കാണ് അഗാപ്പെ എന്നുള്ളത്. എന്നാൽ മറ്റൊരു വാക്ക് പറയുന്നത് ഇന്ദ്രിയം അല്ലെങ്കിൽ വികാരത്തെ, ശാരീരിക ആവശ്യത്തെ സ്നേഹത്തിന് പറയുന്ന ഒരു വാക്കാണ് ഇറോസ്. അതിൻ്റെ അർത്ഥം സങ്കല്പം, ശാരീരിക സ്നേഹം, പ്രത്യേകതരം മോഹം, കാമാർത്തി പൂണ്ടതായ സ്നേഹം, ശാരീരിക ആവശ്യത്തിന് വേണ്ടിയുള്ളതായ സ്നേഹം, ടൈപ്പ് ഓഫ് എറോസ്, ഫിലിയ, ഫിലൗട്ടിയ, സെനിയ എന്നീ പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരൊറ്റ ചോദ്യം, പ്രേമം ആരോട്? പ്രേമം ലോകത്തോട് വേണ്ട, ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കേണ്ട. സ്നേഹം അഥവാ പ്രേമം പ്രേമകാന്തനായ കർത്താവായ യേശുക്രിസ്തു തന്നെയായിരിക്കണം. കാവ്യഗ്രന്ഥമായിരിക്കുന്ന ഉത്തമഗീതത്തിൽ ഞാൻ പ്രേമവശനായിരിക്കുന്നു എന്ന് ഉത്തമഗീതം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും സുന്ദരനായി തോന്നുന്ന സുന്ദരനായി തീർന്നിരിക്കുന്ന ആ പ്രിയനോട് സ്നേഹമുണ്ടായിരിക്കണം. ആ പ്രിയൻ എന്തു സവിശേഷതയാണുള്ളത്? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിൽ ശ്രേഷ്ഠൻ തന്നെ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ മണവാളനും സഭയാ മണവാട്ടിയെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഈ സ്നേഹം, ഈ പ്രേമം ഇതുവരെയും ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഏറ്റവും വലിയ സ്നേഹത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അതുല്യമായ, അനുപമ, നിസ്വാർത്ഥവും നിസ്സീമമായിരിക്കുന്ന സ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ പ്രേമകാന്തനോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. എന്നെ രക്ഷിച്ച, എന്നെ സഹായിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന ഒരു വലിയവനായ ദൈവം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ പ്രേമകാന്തനെ നമുക്ക് ആരാധിക്കാം, പ്രിയപ്പെടാം, സ്നേഹിക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.